ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും കേട്ടൊരു വാക്കായിരിക്കും സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊരു ഷിപ്പിംഗ് കമ്പനി നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ജോബ് ഓഫർ ചെയ്യുന്നതിനെയാണ് സ്പോൺസർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോളർഷിപ്പ് വേറെ, സ്പോൺസർഷിപ്പ് വേറെ. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോളർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പൈസയിൽ ഫീസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ നോർമലി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫീസ്, ആ ഒരു കോളേജിൽ ചേരേണ്ട ഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെയാണ് മുടക്കേണ്ടത്. ഷിപ്പിംഗ് കമ്പനി അതൊന്നും വഹിക്കുന്നതായിരിക്കില്ല. പക്ഷെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് അവർ തരും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. സ്പോൺസർഷിപ്പ് എടുക്കുമ്പോൾ നല്ലൊരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന നല്ല കമ്പനികളുടെ സ്പോൺസർഷിപ്പ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഏതൊക്കെ കമ്പനീസ് ആണ് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ഓരോ കോഴ്സിനും ബെസ്റ്റ് ആയിട്ട് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ പേര് അല്ലെങ്കിൽ കമ്പനികളുടെ പേര് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.